എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏൻഷ്യൻ സിവിലൈസേഷനിലെ 6ാമത്തെ ബ്ലോക്കായിട്ടുള്ള ലാറ്റിൻ അമേരിക്കൻ കൾച്ചേഴ്സിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ ഓരോ കാലഘട്ടത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള നാഗരികതകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മെസപ്പൊട്ടാമിയ പറഞ്ഞു, ഈജിപ്ത് പറഞ്ഞു, ദെൻ ചൈനീസ് പറഞ്ഞു, ഗ്രീക്ക് റോമൻ കൾച്ചറുകൾ പറഞ്ഞു. ഇനി നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഏൻഷ്യൻ കാലഘട്ടത്തിൽ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ലാറ്റിൻ അമേരിക്കൻ കൾച്ചേഴ്സിനെ കുറിച്ചാണ്. ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന പ്രദേശം നമുക്കൊക്കെ പരിചിതമാണല്ലേ, നമ്മൾ ഒരുപാട് അറിയുന്ന ഒരു പ്രദേശങ്ങളൊക്കെ തന്നെയാണ്. അവിടുത്തെ ഒരു ഏൻഷ്യൻറ്റ് കൾച്ചർ, പ്രാചീന നാഗരികത ആയിട്ടുള്ള പ്രാചീന കാലഘട്ടത്തിൽ അവിടുത്തെ കൾച്ചർ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ലാറ്റിൻ അമേരിക്കൻ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രാചീന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നാഗരികത കാലഘട്ടത്തിലെ പ്രധാന കൾച്ചേഴ്സ് എന്ന് പറയുന്നത് എസ്ടെക്സ്, മായൻസ്, ഇൻകാസ് തുടങ്ങിയതൊക്കെയാണ് പ്രധാനപ്പെട്ട നാഗരികതകളായിട്ടുള്ളത്. അത് അതിൻ്റെ പ്രധാനപ്പെട്ട സക്സസേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഓൾമെക്സ്, ട്യൂട്ടിക്കൺ, ദെൻ ടോൾടെക്സ് തുടങ്ങിയ പല നഗരങ്ങളുമാണ് പിന്നീട് വന്നത്. അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട നഗരങ്ങളും നഗര കേന്ദ്രങ്ങളും ലാറ്റിൻ അമേരിക്കൻ കൾച്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ പല വേർഡ്സും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് കൃത്യമായിരിക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ പലതിൻ്റെ സ്പെല്ലിങ്ങുകൾ പറഞ്ഞു പോകും, അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കാം. ദെൻ ലാറ്റിൻ അമേരിക്കൻ കൾച്ചറിലെ ആദ്യത്തെ യൂണിറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏർലി കൾച്ചേഴ്സിനെ കുറിച്ചാണ്, ആദ്യകാല സംസ്കാരങ്ങളെ കുറിച്ച് തന്നെയാണ്. അതിൽ ആദ്യത്തേതായിട്ട് ഓൾമെക് കൾച്ചർ, ഓൾമെക് OLMEC ഓൾമെക് കൾച്ചർ എന്നതായിട്ട്. ഓൾമെക് കൾച്ചറിനെയാണ് ലാറ്റിൻ അമേരിക്കയിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് കൾച്ചർ, ഫസ്റ്റ് അഡ്വാൻസ്ഡ് കൾച്ചർ എന്ന് അറിയപ്പെടുന്നു. കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഓൾമെക് കൾച്ചറാണ്. 1000 BC 1000 BCയിലാണ് ഈ കൾച്ചറിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. മെക്സിക്കോ എന്ന് പറയുന്ന ഇന്നത്തെ രാജ്യത്തിൻ്റെ സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഒരു നഗരം അല്ലെങ്കിൽ ഈ ഒരു സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. മെക്സിക്കോയിലെ വെരാക്രസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സദേൺ ഭാഗത്തായിട്ട്, ദക്ഷിണ ഭാഗത്താണ് ഈ ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്തു വരുന്നത്. പിന്നീട് ഈ സംസ്കാരം പിന്നെയും ദക്ഷിണ ഭാഗത്തേക്ക് പോയിട്ട് ഗ്വത്തമാല എന്ന് പറയുന്ന സ്ഥലത്ത്, ഗൗതേമാല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇവരുടെ ഒരു കൾച്ചറിന് ശേഷം ഇവരെയാണ് മീസോ അമേരിക്കൻ കൾച്ചേഴ്സ് എന്നും പറയുന്നത്. ഈ ഒരു ഓൾമെക് കൾച്ചറിന്റെ ഭാഗമായിട്ട് ഫോം ചെയ്തതാണ് മീസോ അമേരിക്കൻ കൾച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ മീസോ അമേരിക്ക എന്ന് വെച്ചാൽ മെക്സിക്കോയും സൗത്ത് അമേരിക്ക ഈ രണ്ട് കൾച്ചറും കൂടി ചേരുന്നതിനെയാണ് മീസോ അമേരിക്ക കൾച്ചർ എന്ന് പറയുന്നത്. ഇനി ഈ ഓൾമെക് കൾച്ചറിലെ പ്രധാനപ്പെട്ട ഒരു വർക്കായിരുന്നു ജെയ്ഡ് ഒബ്ജക്ട്സ് കൊണ്ട് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ആർട്ട് വർക്ക്സ് ഉണ്ടാക്കുക എന്നത് ഇവരൊരു പ്രത്യേകതയായിരുന്നു. ദെൻ ഈ ഒരു ഓൾമെക് കൾച്ചറിൻ്റെ പ്രധാനപ്പെട്ട കൾച്ചറൽ സെൻറ്റേഴ്സ് ആയിരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാന കൾച്ചറൽ സെൻറ്റേഴ്സ്, ഒന്ന് സാൻ ലൊറൻസോ ആയിരുന്നു ഒരു കൾച്ചർ സെൻറ്റർ. ദെൻ അത് 1200 BC to 900 BC 1200 BC to 900 BCയിലാണ് ഈ സാൻ ലൊറൻസോ എന്ന് പറഞ്ഞ കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ദെൻ ലാ വെൻഡ കൾച്ചർ 900 to 300 BCയിലാണ്. ഈ രണ്ട് സെൻറ്റേഴ്സിനെയാണ് പ്രധാനപ്പെട്ട സെൻറ്റേഴ്സ് ആയിട്ട് ഒരു കൾച്ചറൽ സെൻറ്റേഴ്സ്, നഗര സംസ്കാര കേന്ദ്രമായിട്ട് പറയുന്നത്. സാൻ ലൊറൻസോ എന്ന് പറയുന്നത് സാൻ ലൊറൻസോ ടെനോചിറ്റിലൻ അങ്ങനെ ഒരു മുഴുവൻ പേരാണുള്ളത് കേട്ടോ. അപ്പം സാൻ ലൊറൻസോ അത് പൊതുവെ ചുരുക്കി അങ്ങനെയാണ് പറയാറ്. ദെൻ ഒരു 900 BC ഒക്കെ ആവുന്ന സമയത്ത് ഇവർക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഓൾമെക് കൾച്ചറിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്ക്രിപ്റ്റ്, ഒരു എഴുത്ത് ഉണ്ടാകുന്നുണ്ട്. അതിനെ ഗ്ലൈഫിക് സ്ക്രിപ്റ്റ് എന്നാണ് അറിയപ്പെട്ടത്. എന്താണ് ഗ്ലൈഫിക് സ്ക്രിപ്റ്റ് എന്നാണ് അറിയുന്നത്. പിന്നീട് വന്ന ആസ്ടെക്, മായ തുടങ്ങിയ കൾച്ചേഴ്സിൻ്റെ ഒക്കെയും സ്ക്രിപ്റ്റുകൾ എന്താണ് ഈ ഗ്ലൈഫിക് സ്ക്രിപ്റ്റിൽ നിന്ന് പുരോഗമിച്ച് വന്നതായിട്ടാണ് കരുതപ്പെടുന്നത്. പിന്നെ ഈ ഒരു ഓൾമെക് കൾച്ചറിന് നമ്പേഴ്സിനെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു, നോളജ് ഓഫ് നമ്പേഴ്സ്, അക്കങ്ങളെ കുറിച്ചുള്ള അറിവുകൾ ഉണ്ടായിരുന്നു. ഇനി ഇവരുടെ സോയിൽ എന്ന് പറഞ്ഞാൽ വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു സോയിലാണ്. കോസ്റ്റൽ റീജിയൻ വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലായിരുന്നു, നല്ല വളക്കൂറുള്ള മണ്ണാണ്. ദെൻ അതിൽ പ്രധാനപ്പെട്ട ക്രോപ്സ് ആയിരുന്നു, ചെടികളായിരുന്നു കോണ്, ബീൻസ് തുടങ്ങിയവയൊക്കെ അവർ ഇതാക്കിയിരുന്നു. പിന്നെ അവർ
ഈ സാധാരണ അവരുടെ ഇൻലാൻഡ് ആയിട്ടൊക്കെ ഈ ഒരു ഗ്രെയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്ലൈ ചെയ്യായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പാം നട്ട്സ്, അതുപോലെ തന്നെ ഒരുപാട് സീ ഫുഡ്സ് ഒക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ടർട്ടിൽസ് ആമ, അങ്ങനത്തെ കുറേ ചെറിയ കടൽക്കര ജീവികളില്ല, അങ്ങനത്തെ ജീവികളൊക്കെ അവരുടെ നിത്യേന ലൈഫിൽ അവർ ഉപയോഗിച്ചിരുന്നായിരുന്നു. ദെൻ 1200 BC-യിലാണ് ഈ ഒരു നഗരത്തിൽ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ നഗര കേന്ദ്രങ്ങൾ, അർബൻ സെൻറ്റേഴ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നതും. അങ്ങനെയാണ് സാൻ ലൊറാൻസ, ലാ വെൻഡ, അതിനോടൊപ്പം തന്നെ ഇത് രണ്ടുകൂടെ പ്രധാന നഗരങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ രൂപപ്പെട്ടുള്ള മറ്റ് നഗരങ്ങളാണ് ലഗൂന ഡി ലോസ് സെറസ്, ദെൻ അടുത്തൊന്നാണ് ട്രസ് സെപ്പോറ്റെക്സ്, പിന്നെ ലാസ് ലിമാസ് തുടങ്ങിയ നഗരങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനോടൊപ്പം തന്നെ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഇനി സാൻ ലൊറൻസ എന്ന് പറയുന്ന നഗരമാണ് ഈ ഒരു സംസ്കാരത്തിൻ്റെ, ഈ ഒൾമെക് കൾച്ചറിൻ്റെ ഏറ്റവും പീക്കായിട്ടുള്ള കൾച്ചറായിട്ട് കണക്കാക്കുന്ന ഒരു കേന്ദ്രമായിട്ട് വന്നത്. ഇവിടെ ലോക്കൽ ട്രേഡും ധാരാളമായിട്ട് ഉണ്ടായിരുന്നു. അപ്പം ഈ സാൻ ലൊറൻസിൻ്റെ ഒരു ഏറ്റവും മികച്ച കാലഘട്ടം എന്ന് പറയുന്നത് 1200 to 900 BC ആയിരുന്നു. സാൻ ലൊറൻസയ്ക്ക് ശേഷമാണ് ലാ വെൻഡ ഒരു പ്രധാന കൾച്ചറൽ സെൻ്ററായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഈ സാൻ ലൊറൻസിനെ മറികടന്നുകൊണ്ട് ലാ വെൻഡ ഒരു പ്രധാന കൾച്ചറായിട്ട് വരികയും സാൻ ലൊറൻസ എന്ന് പറയുന്ന നഗരം തീപിടുത്തത്താൽ നശിച്ചു പോയതായിരിക്കാം എന്നാണ് കരുതുന്നത്. അങ്ങനെ ലാ വെൻഡ മുന്നിലേക്ക് വരികയും കൂടുതൽ ഫ്ലറിഷ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ലാ വെൻഡ ബിക്കംസ് ദി ക്യാപിറ്റൽ ഓഫ് ഒൾമെക് കൾച്ചറിൻ്റെ ക്യാപിറ്റലായിട്ട് ലാ വെൻഡ വരികയാണ്. ഇനി ഈ സാൻ ലൊറൻസ, ലാ വെൻഡ, പിന്നെ ലഗൂന ഡി ലോസ് സെറസ്, ഇത് മൂന്നും ഒരേ സമയങ്ങളിൽ അല്ലെങ്കിൽ ഒന്നിന് പുറകെ ഒന്ന് എന്ന രീതിയിൽ ഏതാണ്ട് ഒരുമിച്ച് തന്നെ ഗ്ലോറിഫൈ വന്നിട്ടുള്ള സിറ്റീസ് ആയിരുന്നു. ഇതിൽ ലാ വെൻഡ എന്ന് പറഞ്ഞ നഗരത്തിലാണ് ഫസ്റ്റ് പിരമിഡ്, ഈ ഒരു കൾച്ചറിൻ്റെ ഫസ്റ്റ് പിരമിഡ് കാണാൻ സാധിക്കുന്നത്. മീസോ അമേരിക്കയിലെ ഫസ്റ്റ് പിരമിഡ് ഇൻ മീസോ അമേരിക്ക കാണുന്നത് ലാ വെൻഡയിലാണ്. ദെൻ ഇവിടുത്തെ പിരമിഡ്സ് അതിനോട് ചേർന്നിട്ട് റിലീജിയസ് കാര്യങ്ങൾക്കായിട്ടുള്ള സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ദിശ എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് ആക്സിസിലായിരിക്കും, വടക്ക് തെക്ക് ദിശയിലായിരിക്കും ഇതിൻ്റെ ഒരു നിർമ്മാണം ഉണ്ടായിരിക്കുക. ഇതിനോട് കൂടെ തന്നെ പിരമിഡിനോട് കൂടെ തന്നെ ഒരു സ്റ്റെപ്പ് പിരമിഡും ഉണ്ടായിരിക്കും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ റിലീജിയസ് ഇതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് പിരമിഡുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഈ ലാ വെൻഡ എന്ന് പറയുന്ന നഗരവും എന്തായി മാറി, കുറച്ച് കഴിഞ്ഞപ്പോൾ തീ ഡിസ്ട്രക്ഷൻ സംഭവിച്ചു. അതും തീ വെച്ചിട്ട് ഫയർ ഡിസ്ട്രക്ഷൻ തന്നെയാണെന്നാണ് കണക്കാക്കുന്നത്. ഒരു 400-300 BC-യിൽ ഈ നഗരം ഡിസ്ട്രക്ട് ചെയ്ത് പോവുകയാണ്. ദെൻ ഈ ഒൾമെക് കൾച്ചറിൽ അവിടുത്തെ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചറിനെ വളരെയധികം ഫേവർ ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ വർഷത്തിൽ 2 തവണ അവിടെ കൊയ്ത്ത് നടക്കുന്നുണ്ട്. കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള ബാക്കി നിൽക്കുന്ന ചെറിയ കുറ്റിച്ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം നല്ലോണം ഉഴുതുമറിച്ചിട്ട് അതിനെ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പം അങ്ങനെ കത്തിക്കുമ്പോൾ എന്താന്ന് സോയില് കൂടുതൽ ഫെർട്ടൈൽ ആകുന്നു, കൂടുതൽ ഫലഭൂയിഷ്ടമാകുന്നു എന്നാണ് അവർ കരുതുന്നത്. അങ്ങനെയാണ് അവർ മണ്ണിൻ്റെ ആ ഫെർട്ടിലിറ്റിനെ നിലനിർത്തി പോരുന്നത്. അതായിരുന്നു അവരുടെ ഒരു അഗ്രികൾച്ചർ ഹാർവെസ്റ്റിങ്ങും തുടർന്ന് അടുത്ത കൃഷി തുടങ്ങുന്നതിന് മുമ്പേ ഇടയ്ക്കുള്ള ഒരു രീതി എന്ന് പറയുന്നത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറിഗേഷൻ സിസ്റ്റം, എന്താ പറയുക, കാർഷിക രംഗത്തിന് വിവിധങ്ങളായിട്ടുള്ള സിസ്റ്റം, വാട്ടറിങ്ങിന്, അങ്ങനത്തെ ഒരുപാട് സിസ്റ്റങ്ങളൊക്കെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇവിടെ തന്നെയുള്ള പ്രധാനപ്പെട്ട മലനിരകൾ, മൗണ്ടെയിൻ സൈറ്റ്സ്, മലയുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട സൈറ്റുകളാണ് എൽ മനാത്തിയും പിന്നെ ഷെൽസാറ്റ് സിംഗോയും ഒക്സ്റ്റോറ്റിലൻ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒക്സ്റ്റോറ്റിലനും എൽ മനാത്തിയും ഷെൽസാറ്റ് സിംഗോ എന്ന് പറയുന്നതും. ഇനി ഇവരുടെ ദൈവങ്ങൾ, ഈ ഓൾമെക് കൾച്ചറിൽ ദൈവങ്ങളുടെ പേരുകളൊക്കെ അൺനോൺ ആണ്. പ്രത്യേകിച്ചൊരു ദൈവങ്ങളുടെ പേരൊന്നും ഇവിടെ നിന്ന് കിട്ടുന്നില്ല. പകരം എർത്ത്, റിവർ, വാട്ടർ ഇതിനൊക്കെ അവർ ആരാധിച്ചിരുന്നു എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊരു ദൈവത്തിൻ്റെ പേരൊന്നും കിട്ടിയിരുന്നില്ല. പിന്നെ ഇവർക്ക് എന്താ പറയുക, ഭൂമിയുടെ മീതെ പറക്കുന്ന ബേർഡ്സ്,
അതിലൊക്കെ ഭയങ്കര ഒരു വിശ്വാസം കൗതുകമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ സ്നേക്സ്, ഇങ്ങനത്തെ കുറേ ഷാർക്കുകൾ. അപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്ന മറ്റ് ജീവികളോട് ഇവർക്കൊരു ബഹുമാനവും അല്ലെങ്കിൽ ഒരു ആരാധനയും ഉണ്ടായിരുന്നു. ഇവർ സ്കൈ ഡ്രാഗൺസ് എന്ന് പറയുന്ന ഒരു ഇതിനൊക്കെ ആരാധിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വിശ്വാസങ്ങളായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിലീഫ്സ് ഇവർക്ക് ഉണ്ടായിരുന്നു. ദെൻ മനുഷ്യനിൽ എന്തുണ്ട്, മനുഷ്യനും മൃഗങ്ങളും കൂടിയിട്ട് അവരുടെ ഒരു സ്പിരിറ്റ്, ആനിമലിൻ്റെ ഒരു സ്പിരിറ്റ് മനുഷ്യനിലേക്ക് കയറും. അങ്ങനത്തെ ഒക്കെ ഒരു വിശ്വാസങ്ങളാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. ആനിമൽസുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു പകുതി ഹ്യൂമൻ പകുതി മൃഗം, അങ്ങനത്തെ ഒക്കെ ഒരു കോൺസെപ്റ്റുകൾ ഇവർക്ക് പലപ്പോഴായിട്ട് ഉണ്ടായിരുന്നു. ഇനി ഈ ഓൾമസ് കൾച്ചറിൻ്റെ ഒരു സീക്രട്ട് സിറ്റി ആയിരുന്നു ലാവെൻഡ എന്ന് പറയുന്നത്. ലാവെൻഡ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ, ലാവെൻഡ ഒരു സീക്രട്ട് സിറ്റി, ഒരു പുണ്യനഗരമായിട്ടാണ് ഈ ഒരു കൾച്ചറൽ സംസ്കാരത്തിൽ കണക്കാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ലാവെൻഡ എന്ന് പറയുന്ന സ്ഥലത്തും ഒരുപാട് ക്ലാസ് ഡിവിഷൻസ് കാണാൻ സാധിക്കും. ആൾക്കാർ തരംതിരിഞ്ഞ് ജീവിക്കുന്ന ഒരു രീതി, എലൈറ്റ് ഗ്രൂപ്പ്സിൻ്റെ പല വിഹാരങ്ങളും നമുക്ക് ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്ന് അതൊരു എലൈറ്റ് ക്ലാസ്സിൻ്റേതാണ് തിരിച്ചറിയുന്ന രീതിയിൽ തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ അമ്പലങ്ങൾ, ടെമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങൾ പണിതിട്ടുള്ളത് എലൈറ്റ് ക്ലാസ്സിന്, സമ്പന്ന വിഭാഗത്തിന് വേണ്ടിയിട്ടാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഇതൊക്കെയായിരുന്നു ഓൾമക് കൾച്ചറിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സിവിലൈസേഷനാണ്, ഈ ഒരു സമയത്ത് അടുത്തൊരു സിവിലൈസേഷനാണ് തൂത്തിക്കോൺ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സ്പെല്ലിങ് TEOTIHUACAN. ഇതിനെ ടിയോട്ടിഹുവാക്കാൻ സിറ്റിസൺ എന്ന് പറയുന്നത് നമ്മൾ ട്യൂട്ടിക്കോൺ സിറ്റിസൺ എന്നും ട്യൂട്ടിക്കൻ സിവിലൈസേഷൻ എന്നും പറയുന്നു. എങ്ങനെയാണ് കൃത്യമായി പ്രൊനൗൺസ് ചെയ്യുന്നത് അറിയില്ല. ദെൻ ഈ ഒരു സെൻറ്റർ നിലനിൽക്കുന്നത് മെക്സിക്കോൻ്റെ ഒരു സെൻട്രൽ ഭാഗമൊക്കെ ആയിട്ടാണ് ഈ ഒരു സെൻറ്റർ ഈ ഒരു സിവിലൈസേഷൻ നിലനിൽക്കുന്നത്. ലാർജസ്റ്റ് സിവിലൈസേഷൻ അല്ലെങ്കിൽ ലാർജസ്റ്റ് സെൻറ്റർ ഓഫ് സിവിലൈസേഷൻ ആയിരുന്നു ഈ ടിയോട്ടിക്കാൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പീരീഡിനെ ആണ് ആ കാലഘട്ടത്തിലെ ഒരു ഗോൾഡൻ ഏജ്, മീസോ അമേരിക്കയുടെ ഒരു ഗോൾഡൻ ഏജ് ആയിട്ട് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ പീരീഡ് ആയിട്ട് കണക്കാക്കുന്നത് ടിയോട്ടിഹുക്കാൻ സിവിലൈസേഷനെ തന്നെയാണ്. അപ്പോൾ അതിനത്ര ഒരു പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഒരു 600 CE കാലഘട്ടമൊക്കെയാണ് ഈ സിറ്റി, ഈ ടിയോട്ടിക്കാൻ സിവിലൈസേഷൻ്റെ സിറ്റി നശിച്ചു പോകുന്നതായിട്ട് കണക്കാക്കുന്നത്. എന്നാലും ഈ ഒരു സിറ്റിയിലെ പല സെൻറ്ററും അല്ലെങ്കിൽ ടിയോട്ടിക്കാൻ സിവിലൈസേഷനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററിൽ ഉൾപ്പെടുത്തിയിട്ടും ഉണ്ട്. ഈ ടിയോട്ടിക്കാൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് മായ സിവിലൈസേഷനും ഈ ടിയോട്ടിക്കാൻ സിവിലൈസേഷനും ഏതാണ്ട് ഒരേ സമയത്ത് നിലനിന്നിരുന്ന രണ്ട് സിവിലൈസേഷനാണ്. രണ്ടും 1 by 1 ആയിട്ട് അല്ലെങ്കിൽ പാരലൽ ആയിട്ട് നിലനിന്നിരുന്ന സിവിലൈസേഷനാണ്. ഈ സിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നത് 150 BC അല്ലെങ്കിൽ 200 CE ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ടിയോട്ടിക്കാൻ സിവിലൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു സിറ്റിയുടെ തന്നെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പോപ്പുലേഷൻ ഏറ്റവും പീക്കിലെത്തുന്നത് 2 lakh ആണ് അവിടുത്തെ മാക്സിമം പോപ്പുലേഷൻ അന്ന് ഉണ്ടായിരുന്നത്. ഈ ടിയോട്ടിക്കാൻ എന്ന പേര് തന്നെ പലതും സിംബലൈസ് ചെയ്യുന്നുണ്ട്. ഇതിനെ എന്താണെന്ന് പറയുക, പ്ലേസ് ഓഫ് ദി ഗോഡ്സ്, ദൈവങ്ങളുടെ നഗരം എന്നൊക്കെയാണ് ഈ ഒരു ഇതിനെ പറയുന്നത്. ഈ ടിയോട്ടിക്കാൻ എന്ന പേരും അസറ്റിക് ഒരു സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇനി ഈ ടിയോട്ടിക്കാൻ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ട്രേഡ് ആണ്, വാണിജ്യത്തിൻ്റെ ഒരു സെൻറ്ററാണിത്. അതുപോലെ തന്നെ കോട്ടൺ, സോൾട്ട്, കോക്കോ, ഇതൊക്കെ ചോക്ലേറ്റ് നിർമ്മാണം, ഇതൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളാണ്, ട്രേഡ് ഉൽപ്പന്നങ്ങളായിരുന്നു. ദെൻ ക്രോപ്സ് കൾട്ടിവേറ്റ്, പ്രധാനപ്പെട്ട ക്രോപ്സ് കൃഷി വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോൺ, ബീൻസ്, സ്ക്വാഷ്, ടൊമാറ്റോ, ദെൻ അമർന, അവക്കാഡോ, ആപ്രിക്ക, അവരൊക്കെ കുറേ ഭക്ഷണ രീതികളാട്ടോ, ഭക്ഷണ സാധനങ്ങളാണ് പറയുന്നത്. ചില്ലി പെപ്പർ, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. ഈ കൾട്ടിവേഷൻ്റെ കൂടെ തന്നെ ആനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, മൃഗങ്ങളെ ഇണക്കി വളർത്തുകയും മൃഗങ്ങളെ ഭക്ഷണത്തിനായിട്ട് വളർത്തുകയൊക്കെ ഉണ്ടായിരുന്നു. ഡോഗ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇവർ ഭക്ഷണത്തിനായിട്ട് വളർത്തിയിരുന്നു. ദെൻ ഇവരുടെ കൂടെ മാന്, മുയൽ, ദെൻ ഇവർ എന്താ പറയുക, തവള, ഫിഷ്, ഇതിനൊക്കെ തിന്നുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇവരുടെ ഈ ടിയോട്ടിക്കാൻ സിവിലൈസേഷൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ്, തുണിത്തരങ്ങൾ ഇവർ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ഇവർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് സ്വന്തമായിട്ടൊരു റൈറ്റിംഗ് സിസ്റ്റവും ഉണ്ടായിരുന്നു. ഇനി ഈ ഒരു സിവിലൈസേഷൻ്റെ പീക്ക് ടൈം എന്ന് പറയുന്നതാണ് 375 to 500 ACE എന്ന് പറയുന്ന കാലഘട്ടം. ഇത് മികച്ചു നിന്നിരുന്നൊരു കാലഘട്ടം തന്നെയായിരുന്നു. ഈ സമയത്ത് ഒരുപാട് കോസ്റ്റ്യൂം ഐറ്റംസ് ഇവർ നിർമ്മിച്ചിരുന്നു. അതുപോലെ തന്നെ തൂവൽ കൊണ്ട് എന്താ പറയുക, തലമുടി കെട്ടുന്ന സാധനങ്ങൾ,
ഷെല്ലോണ്ട് ഒരുപാട് സാധനങ്ങൾ, മിറേഴ്സ്, കണ്ണാടികൾ, ഇതൊക്കെ ഇവർ നിർമ്മിച്ചിരുന്നു. അടുത്തത് ഒരു 600 AD കാലഘട്ടമായപ്പോൾ ഈ സിറ്റി തീയിലകപ്പെട്ട് നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുക, നശിച്ചു പോകുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ ഒരു സ്ഥലത്ത് ഒരുപാട് ഡീഫോറസ്റ്റേഷൻ, മരം വെട്ട്, അങ്ങനെയൊക്കെ ആയിട്ട് ആ സ്ഥലത്തിനെ നശിപ്പിച്ച് കളയുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി ഇവരുടെ ഒരു പ്രധാനപ്പെട്ട വിശ്വാസം, ഡേറ്റി എന്ന് പറയുന്നത് ഫീമെയിൽ ഡേറ്റിയാണ്. എല്ലായിടത്തും ഒരുപാട് സ്ഥലങ്ങളിൽ ഫീമെയിൽ ദേവതകളെ വിശ്വസിക്കുമെങ്കിലും മെയിൻ ആൾക്കാരൊക്കെ ദേവന്മാരാകുമ്പോൾ ഇവിടെ ഒരു ഫീമെയിൽ ഡീറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർ സ്പൈഡർ ഗോഡസിനെ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. സ്പൈഡർ ഗോഡസ്, ചെലന്തി ദേവത, വളരെ വ്യത്യസ്തമായിട്ടുള്ള ആചാര രീതി. അങ്ങനത്തെ ചെലന്തി ഡേറ്റി വിഗ്രഹങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ ഒരുപാട് സ്കൾപ്ചേഴ്സ്, ഈ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി തന്നെ ഒരുപാട് കൊത്തുപണികൾ ഇവർ ചെയ്തിരുന്നു. ഇതിനോടൊപ്പം തന്നെ വാട്ടർ ഗോഡസ്, ജലദേവത, അതുപോലെ തന്നെ ഇവർ മറ്റൊരു ദൈവവിശ്വാസത്തിന്റെ പേരാണ് ചൽചിയോത്തിൽ, സ്പെല്ലിങ് CHALCHIUHTLICUE എന്താണ്, ഷെൽഷുത്തിലേക്കു, അങ്ങനത്തെ ഒരു പേരാണ് അവർക്കൊരു ദേവതയുടെ പേരാണ്, ദൈവവിശ്വാസത്തിന്റെ പേരാണ്. ഇതിനോടൊപ്പം അവർ റെയിൻ, മഴദേവതേനും അങ്ങനത്തെ ദേവതകളെയൊക്കെ, യുദ്ധദേവത, ഇതിനെയൊക്കെ ആരാധിക്കുന്നുണ്ട്. ഇവരുടെ റെയിൻ ആൻഡ് വാട്ടർ ഗോഡിന്റെ വാർ ഗോഡ്, മഴയുടെയും ദൈവത്തിന്റെയും പേരാണ് ട്ലാലോക്ക്, TLALOC, ലാലോക്ക്, TLALOC, യുദ്ധദേവനും അതുപോലെ തന്നെ മഴയുടെ ദേവനും. പിന്നെ ഇവർക്ക് പാമ്പിൽ വിശ്വാസമുണ്ട്. ഫെതേർഡ് സെർപ്പൻറ്റ്, തൂവലോട് കൂടിയ നാഗം, അതിൽ അവർ വിശ്വസിച്ചിട്ടുണ്ട്. അതിനവർ അറിയുന്ന പേരാണ് ക്യൂറ്റ്സൽ കോട്ട്, QUETZALCOATL. ഇത് അസെറ്റിക്സിനായിട്ട് ബന്ധപ്പെടുന്ന ഒരു പേരാണ്. അസെറ്റിക്സ് അവരൊരു സിവിലൈസേഷനുമായി ബന്ധപ്പെടുന്ന പേരാണ്. എന്നാലും ഫെതേർഡ് സെർപ്പൻ്റ് ആണ് അത് എന്നാണ് അറിയുന്നത്. ഇനി അഗ്രികൾച്ചറിൻ്റെ കൊയ്ത്ത് കാര്യങ്ങൾ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതാണ് ക്സിപ്പെ ടോട്ടെക്, XIPETOTEC, ക്സിപ്പെ ടോട്ടെക് എന്ന് പറയുന്ന ഒരു വിശ്വാസം അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് അഗ്നിയുമായി ബന്ധപ്പെടുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നതായിട്ടും കണക്കാക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരുപാട് ആരാധനാലയങ്ങളും പിരമിഡ്സും ഇവർ പണിയുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇവരുടെ ആരാധനാലയങ്ങളിൽ ഒരു സിറ്റാഡൽ ഉണ്ടായിരിക്കും. സിറ്റാഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിരമിഡുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സിറ്റാഡൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ പിരമിഡ് ഉണ്ടാക്കിയപ്പോൾ പിരമിഡ് ഓഫ് ദി സണ്ണും ഉണ്ട്, പിരമിഡ് ഓഫ് ദി മൂണും ഉണ്ട്. ഇതിൽ രണ്ടിലും ഒരു സിറ്റാഡൽ ഉണ്ടായിരിക്കും. സിറ്റാഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉയർന്ന പ്രദേശം, അതാണ് സിറ്റാഡൽ എന്ന് പറയുന്നത്. പിരമിഡ് ഓഫ് ദി സണ്ണും പിരമിഡ് ഓഫ് ദി മൂണും ഇവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പിരമിഡ് ഓഫ് സണ്ണിന്റെ കൂടെ തന്നെ, ഈ പിരമിഡ് ഓഫ് സൺ എന്ന് പറഞ്ഞാൽ അതിനൊരു സിറ്റാഡൽ ഉണ്ടായിരിക്കും, അതിനോട് ചേർന്ന് തന്നെ ഒരു ലെസ്സർ ടെമ്പിൾസും, ചെറിയ ക്ഷേത്രങ്ങളും അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ആരാധനയും പിരമിഡ് കൺസ്ട്രക്ഷനും ഇവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള വാട്ടർ സപ്ലൈ, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവർക്ക് തന്നെയുള്ള ഒരു ഇൻലാൻഡ്, ഇവരുടെ ഉള്ളിൽ തന്നെ ഒരു വാട്ടർ സപ്ലൈയും എഫക്റ്റീവായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഇനി സൂര്യന് വേണ്ടിയിട്ട് ഒരു 5 ലെവൽ പിരമിഡ് കൺസ്ട്രക്ഷൻ ഉണ്ട്. 5 ലെവൽ പിരമിഡ് ഓഫ് സണ്ണ് ഈ ഒരു കാലഘട്ടത്തിലാണ്. പിരമിഡ് ഓഫ് സൺ ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു 5 ലെവൽ കൺസ്ട്രക്ഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു 100 CE കാലഘട്ടമാക്കി ആവുമ്പോഴാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്നതായിട്ട് കണക്കാക്കുന്നത്. ഇനി ഈ ഒരു പിരമിഡ് ഓഫ് സണ്ണിൽ 5 ലെവൽ പിരമിഡ് ഓഫ് സൺ എന്ന് പറഞ്ഞാൽ പിരമിഡിൻ്റെ ഉള്ളിലൊരു ടണലുണ്ട്. 100 മീറ്റർ ഇതിൽ വരുന്നൊരു ടണലും ഉണ്ട്. ഈ പിരമിഡ് ഓഫ് മൂണും പിരമിഡ് ഓഫ് സണ്ണും ഏതാണ്ട് കാണാൻ സ്ട്രക്ചറിൽ സിമിലർ തന്നെയായിരിക്കും. അതിൽ കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ട് കൂടുതൽ ഇതിൽ പണിതിട്ടുള്ളത് പിരമിഡ് ഓഫ് സണ്ണിൻ്റെ തന്നെയായിരുന്നു. ഇനി ഓഫറിങ്സ്, നമ്മൾ ടെമ്പിൾസിലും മറ്റിതിലൊക്കെ നമ്മൾ ഓഫറിങ്സ് നൽകുമല്ലോ, എന്താ പറയുക, വഴിപാടുകൾ, ഓഫറിങ്സ് നൽകുക എന്നൊരു സിസ്റ്റം ഇവർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പലതും ഒരു എന്താ പറയുക, ഇതിനോട് ചുറ്റപ്പെട്ടിട്ട്, പിരമിഡിനോട് ചുറ്റപ്പെട്ടിട്ട് പലതും കത്തിച്ചതായിട്ട് കണക്കാക്കുന്നുണ്ട്. അതിന് ഓഫറിങ്സ്, നമ്മുടെ ബലി പോലെ നൽകുന്നത്, അങ്ങനെ ബറി ചെയ്തിരുന്നത് കത്തിച്ചായിട്ട് കണക്കാക്കുന്നുണ്ട്.
3 ആണുങ്ങളെയും ഇതിനോട് ചുറ്റിപ്പറ്റിയിട്ട് കത്തിച്ചതായിട്ട് കണക്കാക്കുന്നുണ്ട്. 3 മെയിൽസ് വർക്ക് ബറീഡ്. അപ്പോൾ ഇതൊക്കെ ഓഫറിങ്സിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ചെയ്തിരുന്നു. പിന്നെ ജേഡ് ഒബ്ജക്ട്സും ഈ ഒരു പിരമിഡ്സിനെ ചുറ്റിപ്പറ്റിയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഈ ട്യൂട്ടിക്കോണിന്റെ മറ്റൊരു ആർട്ട് വർക്കുകളായിരുന്നു സ്കൾച്ചറും പോയട്രി മ്യൂറൽസും. ഇത് 3 അവരുടെ പെയിന്റിങ്സിലായിക്കോട്ടെ, സ്കൾച്ചർ വർക്ക്സ് ആയിട്ട് പോയട്രി, ഇത് 3 ആ നഗരത്തിൽ ഡെവലപ്പ്, ആ സിവിലൈസേഷനിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ട്യൂട്ടിക്കോൺ പോട്ടറിയുടെ കൂടെ തന്നെ, പോട്ടറി എന്ന് പറഞ്ഞാൽ റൗണ്ട് ഇതിലുള്ള പാത്രങ്ങളാണ് ഇവരെ പ്രധാനപ്പെട്ട പോട്ടറീസ് എന്ന് പറയുന്നത്. ഓറഞ്ച് ക്ലേ, ഒരു ഓറഞ്ച് കളറുള്ള ക്ലേയിലാണ് പോട്ടറീസ് നിർമ്മിച്ചിട്ടുള്ളത് കൂടുതലും. ഇനി ഈ ഒരു നഗരം എന്ന് പറയുന്നത്, ഈ ട്യൂട്ടിക്കോൺ എന്ന് പറഞ്ഞാൽ ഈ നഗരം എന്ന് പറയുന്നത് ഒരു അർബൻ പ്ലാനിങ്ങോട് കൂടി പണിതിട്ടുള്ളതാണ്. നാഗരികതയുടെ എല്ലാവിധ പ്ലാനിങ്ങും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മോണുമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇവർക്കൊരു റിലീജിയൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പിന്നീട് വന്ന സൊസൈറ്റീനെ അല്ലെങ്കിൽ അവിടുത്തെ കണ്ടംപററി സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള പല വർക്കുകളും അന്ന് തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവർക്ക് പറഞ്ഞു പാമ്പിനെ, ഫെതേർഡ് ആയിട്ടുള്ള പാമ്പിനെ വിശ്വസിക്കുക. അതുപോലെ തന്നെ മൂങ്ങ യുദ്ധത്തിന്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട്, യുദ്ധത്തിനെ വിളിച്ചോതുന്ന ഒരു സിമ്പലായിട്ട് മൂങ്ങയെ കാണുക. അങ്ങനത്തെ കുറേ അവരുടേതായിട്ടുള്ള ഐക്കൺസ്, അവരുടേതായിട്ടുള്ള പ്രത്യേക ഐക്കൺസ് ഇവർ ഫോളോ ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അടുത്തൊരു കൾച്ചറാണ് ടോൾടെക് കൾച്ചർ എന്ന് പറയുന്നത്. ടോൾടെക് സംസ്കാരം രൂപപ്പെടുന്നത് നോർത്തേൺ മീസോ അമേരിക്കയുടെ ഭാഗമായിട്ടാണ് ടോൾടെക് കൾച്ചർ വരുന്നത്. 800 ACE to 1100 ACE കാലഘട്ടത്തിലാണ് ഈ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇതിനെ പ്രീ കൊളംബിയൻ സിവിലൈസേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവരുടെ സാമ്രാജ്യം വികസിപ്പിച്ചെടുക്കുന്നത് ഒന്ന് വാണിജ്യത്തിലൂടെ, മറ്റൊന്ന് കോൺക്വറിങ്ങിലൂടെ. അടുത്തുള്ള സ്ഥലങ്ങളെയൊക്കെ ആക്രമിച്ച് കീഴടക്കിയിട്ട് അവരവരുടെ സ്ഥലം, ഈ ടോൾടെക് കൾച്ചർ അവരുടെ സ്ഥലം കൂട്ടിക്കൊണ്ടുവരുന്നു. പിന്നെ ട്രേഡിലൂടെ മറ്റ് നഗരങ്ങളുമായിട്ട് ബന്ധം വയ്ക്കുക. അങ്ങനെയാണ് അവരൊരു ഉയർച്ചയിലേക്കും അധികാരത്തിലേക്കും എത്തുന്നത്. ഇനി പക്ഷേ പിന്നീട് ഇവിടെ ഇതിഹാസ കഥകൾ അനുസരിച്ച്, ഈ നാട്ടിലെ ടോൾടെക്കിനെ കുറിച്ചുള്ള ഇതിഹാസ കഥകൾ അനുസരിച്ച് ഈ ടോളൻ എന്ന് പറയുന്ന നഗരം ഒരു സിവിൽ വാർ പൊട്ടിപ്പുറപ്പെട്ടിട്ട്, ഒരു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടാണ് ഇല്ലാതാവുന്നത് എന്നാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഒരുപാട് കൊമേഴ്ഷ്യൽ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് അഭയാർത്ഥികൾ വന്നിട്ട് കുടിയേറിയ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു നഗരത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു 1100 CE കാലഘട്ടം, ACE കാലഘട്ടമൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു നഗരം പല കാരണങ്ങളാൽ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ടോൾടെക് എംപയർ അങ്ങനെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ടോൾടെക് എന്ന് പറഞ്ഞ നഗരത്തിന് ആ ഒരു പേര്, ടോൾടെക് കൾച്ചർ എന്ന പേര് വരുന്നത് ടോളൻ എന്ന് പറയുന്ന നഗരത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ടോളൻ എന്ന് പറഞ്ഞ നഗരത്തിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ടോൾടെക് എന്ന പേര് വരുന്നത്. ഇതിന് ഒരുപാട് മീനിങ്സും ഉണ്ട്. ടോളൻ മീൻസ് പ്ലേസ് ഓഫ് റീഡ്സ് എന്നറിയപ്പെടുന്നു, മെട്രോപോളിസ് എന്ന് പറയുന്നു, ദെൻ സ്കിൽഡ് ആർട്ടിസ്റ്റ്, ഇങ്ങനത്തെ പല പേരുകളും ഈ ഒരു നഗരത്തിന് ഉണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട എക്കോണമി, ഇവരുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? എഗ്രികൾച്ചർ ആയിരുന്നു, പിന്നെ ട്രേഡ് ആയിരുന്നു, കൃഷിയും വാണിജ്യവുമായിരുന്നു. പ്രധാനപ്പെട്ട കൃഷി ക്രോപ്സ് ആണ് മെയ്സ്, ബീൻസ്, ചില്ലി പെപ്പർ തുടങ്ങിയവയൊക്കെ അവരുടെ പ്രധാനപ്പെട്ട വിളകളായിരുന്നു. ദെൻ ഗ്ലാസ് മേക്കിംഗ് അവർക്കൊരു പ്രധാന ഹരമായിരുന്നു. ദെൻ വെപ്പൺസ് ഉണ്ടാക്കുക, അതൊക്കെ ഇവർ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ഇവർ പ്രധാനമായിട്ടും ഇമ്പോർട്ട് ചെയ്തിരുന്നത്, ഇറക്കുമതി ചെയ്തിരുന്നത് ബീൻസ്, കൊക്കോ, മഷ്റൂംസ് തുടങ്ങിയവയൊക്കെ ആയിരുന്നു. ദെൻ ഈ ഒരു ടോൾടെക് കൾച്ചറിന് ഇവരുടേതായിട്ടുള്ള ഐഡിയോളജി, ആശയങ്ങളും മിത്തോളജി, വിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. തിയോളജി, മിത്തോളജി ഒക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ പോളിതീയിസം ആയിരുന്നു. 2 കൂടുതൽ ദൈവങ്ങളെ ആരാധിക്കുന്ന പോളിതീയിസമാണ് ഇവർ ഫോളോ ചെയ്തിരുന്നത്. എന്നാലും അവിടുത്തെ ഒരു കേന്ദ്രമായിരുന്ന ഒരു ദൈവ ആരാധന എന്ന് പറയുന്നത് ക്യൂറ്റ്സൽ കോട്ടലാണ്. ഡേറ്റി ക്യൂറ്റ്സൽ കോട്ടൽ, QUETZALCOATL, അതാണ് അവരുടെ ഒരു ഇത്. അതിൻ്റെ അർത്ഥം ദ ഫെതേർഡ് സെർപ്പൻ്റ് തന്നെയാണ്. നമ്മൾ 32 സിവിലൈസേഷൻ പറയുമ്പോൾ പറഞ്ഞ അതേ വിശ്വാസം, ദ ഫെതേർഡ് സെർപ്പൻ്റ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇവർക്ക് ഒരുപാട് സാക്രിഫൈസസ്, എന്താ പറയുക, ബലി നൽകുന്ന രീതികളുണ്ട്. ഹ്യൂമൻ സാക്രിഫൈസ്, മനുഷ്യനെ തന്നെ കുരുതി കൊടുക്കുന്ന രീതിയും ഇവർക്ക് ഉണ്ടായിരുന്നു, ടോൾടെക് കൾച്ചറിൽ ഉണ്ടായിരുന്നു. ഇനി അവിടുത്തെ ടെമ്പിൾസ്, അവരൊരുപാട് ആരാധനാലയങ്ങളെല്ലാം പണിയുകയായിരുന്നു. അതിൻ്റെ റൂഫ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിരിക്കും. പല ടെമ്പിൾസിനും ഒരു പിരമിഡ് ഷേപ്പ്, അല്ലെങ്കിൽ പിരമിഡിനോട് സമാന്തരമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പ്, അല്ലെങ്കിൽ ഒരു
ഓവൽ ഷേപ്പ്, പിന്നെ ഇങ്ങനൊരു സ്ട്രക്ചർ, അങ്ങനെ ഇങ്ങനെ വരുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇതിൻ്റെ ഫ്ലാറ്റ് ആയിരുന്നു റൂഫ്. ടോൾടെക് കൾച്ചറിൽ ഫ്ലാറ്റ് റൂഫായിരുന്നു ടെമ്പിൾസിലുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ സ്ക്വയർ ആയിട്ട് ഹോളുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ പണിതിട്ടുള്ളത് ലൈംസ്റ്റോൺ, ചുണ്ണാമ്പും കൂടെ ചേർത്തിട്ടാണ് ഇതൊക്കെ പണിതിട്ടുള്ളത്. ഇനി ഈ ടെമ്പിൾസിൻ്റെ ആരാധനാലയങ്ങളുടെയൊക്കെ ചുമർചിത്രങ്ങളിലധികവും യുദ്ധങ്ങളുടെ ചിത്രം, അതുപോലെ തന്നെ യുദ്ധങ്ങൾക്കായിട്ട് പക്ഷികളെ ഉപയോഗിക്കുന്ന ചിത്രം, പക്ഷികളാണ് ബേർഡ് വാരിയേഴ്സ്, പക്ഷികൾ യുദ്ധം നടത്തുന്ന അങ്ങനത്തെ ഒരു സിമ്പിൾസാണ് ഇവർ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇവർക്ക് പോട്ടറി മേക്കിംഗ് ഉണ്ടായിരുന്നു ടോൾടെക് കൾച്ചറിൽ. പോട്ടറി മേക്കിങ്സിൽ തന്നെ ബോത്ത് ഹൗസ് ഹോൾഡ് കാര്യങ്ങൾക്ക്, വീട്ടിലെ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സാക്രിഫിഷ്യൽ, ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പോട്ടറീസ്, അങ്ങനെയൊക്കെ തരംതിരിച്ച് തന്നെ കാണാൻ സാധിക്കുമായിരുന്നു. ദെൻ ഈ ടോൾടെക് ദൈവത്തെക്കുറിച്ച് പറഞ്ഞ ടോൾടെക്കിലെ പ്രധാന ഡേറ്റി ആയിരുന്നു ക്യൂട്സൽകോട്ട് എന്ന് പറഞ്ഞല്ലേ. ഇവരേനെ പിന്നീട് ഈ ഒരു ദൈവത്തെ പിന്നീട് മായ കൾച്ചറും എസ്റ്റെക്സ് കൾച്ചറുകളൊക്കെ ഫോളോ ചെയ്യുന്നത് കാണാം. മായാസും എസ്റ്റെക്സും ഒക്കെ ഫോളോ ചെയ്യുന്നത് കാണാൻ പറ്റും. ഈ എസ്റ്റെക്സ് പറയുന്നത് തന്നെ ഈ ടോൾടെക്സ് ആണ് അവരുടെ മുൻഗാമികൾ, അല്ലെങ്കിൽ ടോൾടെക് കൾച്ചറിനെ പിന്തുടർന്നുകൊണ്ടാണ് എസ്റ്റെക്സ് വളർന്നത് എന്നാണ് പറയുക. എസ്റ്റെക്സ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു കൾച്ചറാണ്. ASTECS എസ്റ്റെക്സ്, ഈ എസ്റ്റെക് കൾച്ചർ. അപ്പോൾ എസ്റ്റെക് കൾച്ചേഴ്സ് അല്ലെങ്കിൽ എസ്റ്റെക്സിലുള്ളവർ കാണുന്നത് ഈ ടോൾടെക്കിനെ ടീച്ചേഴ്സ് ആയിട്ടാണ്. അപ്പോൾ അതിന് പുറമേ അത് എന്തിനാണ് ടീച്ചേഴ്സായിട്ട് കാണുന്നത്? ഹെർബൽ മെഡിസിൻ്റെ കാര്യത്തിൽ, ഹെർബൽ മെഡിസിൻ വെച്ചാൽ ഔഷധ ചെടികളുടെ കാര്യത്തിൽ അസ്റ്റെക്സ് ഇവരേനെ ഒരു ടീച്ചേഴ്സായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു പിന്തുടർച്ചയായിട്ടാണ് ഈ പല കൾച്ചേഴ്സും പിന്നീട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ യൂണിറ്റിൽ ഏർലി കൾച്ചേഴ്സ്, ആദ്യകാല പ്രധാന കൾച്ചേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ലാറ്റിൻ അമേരിക്കയിലെ ഓൾമെക് കൾച്ചറിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത് തിയോതിഹുവാക്കൻ കൾച്ചറിനെ കുറിച്ച് പറഞ്ഞു. ദെൻ അറ്റ് ലാസ്റ്റ് ടോൾടെക് കൾച്ചറിനെ കുറിച്ചും പറഞ്ഞു. ഇത് മൂന്നുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ആദ്യത്തെ യൂണിറ്റ് 1 ഏർലി കൾച്ചേഴ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക്